ത്രിപുര എന്ന ഗ്രാമത്തിൽ സരള തന്റെ മകനായ ബിർജുവിനോടൊപ്പം ജീവിക്കുകയായിരുന്നു. സരള കഠിനാധ്വാനിയും സത്യസന്ധതയുമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം വീട്ടിലെ സകല ചിലവുകളും നോക്കിയിരുന്നത് സരള തന്നെയായിരുന്നു. ഒരു ദിവസം പൊരിവെയിലത്ത് സരളയും ബിർജുവും പാടത്ത് പണിയെടുക്കുകയായിരുന്നു. ബിർജു, ഈ വിത്തുകളെടുത്ത് സൂക്ഷിച്ചു വെക്കൂ. ആദ്യം നിലം ഉഴുതുമറിക്കണം, പിന്നീട് വിത്ത് വിതയ്ക്കാം. അമ്മേ, അമ്മ കണ്ടോളൂ, അമ്മയുടെ ഈ മോൻ ഒരു ദിവസം ഒരുപാട് സമ്പാദിക്കും. പിന്നെ നമ്മൾ ഈ പൊരി വെയിലത്ത് ജോലി ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല അമ്മേ. സരള കലപ്പയെടുത്ത് നിലത്ത് ഉഴാൻ തുടങ്ങി. ബിർജുവും എല്ലാ ജോലികളിലും അമ്മയെ സഹായിച്ചു. ബിർജു, വെയിൽ വളരെ അധികമായി, അതുകൊണ്ട് എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം എടുത്തു തരുമോ? ശരി അമ്മേ, അമ്മ ഈ തണലുള്ള ഭാഗത്തിരുന്ന് വിശ്രമിച്ചോളൂ, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. സരളയ്ക്ക് ആ പൊരി വെയിലിന്റെ ചൂട് താങ്ങാനാവാതെ തലകറങ്ങി പതുക്കെ താഴേക്ക് വീണു. അമ്മേ, അമ്മേ, ഇതാ വേഗം വെള്ളം കുടിക്കൂ. എന്നിട്ട് വീട്ടിനകത്ത് പോയി കുറച്ചുനേരം വിശ്രമിക്കൂ. ഇനി ഈ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ ബിർജു കലപ്പയെടുത്ത് ഉഴാൻ തുടങ്ങി. പെട്ടെന്ന് കലപ്പയിൽ എന്തോ തട്ടുന്ന പോലെ തോന്നി. ബിർജു മണ്ണ് മാറ്റിയ ശേഷം നോക്കിയപ്പോൾ അവിടെ ഒരു മൺകുടം ഇരിക്കുന്നത് കണ്ടു. അല്ല, ഇതാരാ ഈ മൺകുടം ഇവിടെ കുഴിച്ചിട്ടത്? സരള വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോ ബിർജു ഒറ്റയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. ബിർജു മോനെ, എനിക്കിപ്പോ ക്ഷീണം വളരെ കുറവുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇനി നിന്നെ ജോലിയിൽ സഹായിക്കാം. അതൊന്നും വേണ്ടമ്മേ, ഞാൻ നമ്മുടെ ഈ നിലം മുഴുവനും നന്നായി ഉഴുതിട്ടുണ്ട്. ഇനിയുള്ളത് വിത്ത് വിതയ്ക്കുന്ന ജോലി മാത്രമാണ്. അത് ഞാൻ തന്നെ ചെയ്തോളാം. അമ്മ പോയിട്ട് നമുക്ക് രണ്ടുപേർക്കും നല്ല ചൂടുള്ള ഭക്ഷണം തയ്യാറാക്കൂ. ശരി, നീ ജോലി തുടർന്നോളൂ. ഞാൻ ഭക്ഷണം പാകം ചെയ്യാൻ പോവാണ്. ബിർജു വിതയ്ക്കാനുള്ള വിത്തെടുക്കാൻ ചെന്നപ്പോ അബദ്ധവശാൽ വിത്തിരുന്ന സഞ്ചി കോടാലിയിൽ തട്ടി. സഞ്ചി കീറിപ്പോയി. വിത്തുകളെല്ലാം സഞ്ചിയിൽ നിന്നും താഴേക്ക് കളയാൻ തുടങ്ങി. വിത്ത് കൊണ്ടുപോകാനായി എന്തെങ്കിലും കിട്ടുമോ എന്ന് ബിർജു അവിടെയൊക്കെ നോക്കി. അപ്പോഴാണ് അവൻ പെട്ടെന്ന് മൺകുടം കണ്ടത്. അവൻ വിത്തുകളെല്ലാം വാരി മൺകുടത്തിൽ നിറച്ച് വിതയ്ക്കാനായി പോയി. വിതച്ചു കഴിഞ്ഞ ശേഷം മൺകുടത്തിൽ ഒരല്പം വിത്ത് മാത്രം ശേഷിച്ചു. ബിർജു ഭക്ഷണം കഴിക്കാനായി ചെന്നപ്പോൾ ബാക്കിയുണ്ടായിരുന്ന വിത്തിനോടൊപ്പം മൺകുടം വീട്ടിന് പുറത്തു വെച്ചിട്ടാണ് അകത്തേക്ക് പോയത്. നീ പോയി കൈകാലുകൾ കഴുകിയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അമ്മേ, അമ്മയുണ്ടാക്കിയ ഭക്ഷണം ഉണ്ടല്ലോ, നല്ല സ്വാദുണ്ട്. ആഹാരം കഴിച്ച ശേഷം അമ്മയും മകനും വീണ്ടും പാടത്തേക്ക് പോയി. നിറയെ വിത്തിരുന്ന മൺകുടം പെട്ടെന്ന് സരളയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ബിർജു, നമ്മുടെ കയ്യിൽ ഇത്രയും വിത്തില്ലായിരുന്നല്ലോ. നീ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നോ? ഇല്ലമ്മേ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വിത്ത് മുഴുവനും ഞാൻ ഈ നിലത്തിൽ വിതച്ചു കഴിഞ്ഞതാണല്ലോ. പിന്നെ കുടത്തിൽ ഒരു വിത്ത് പോലും ശേഷിക്കുന്നുണ്ടായിരുന്നില്ല. വിതച്ചിരുന്ന വിത്തെല്ലാം മുളച്ചു നിൽക്കുന്നത് കണ്ട് എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് ബിർജുവിന് തോന്നി. അവർക്ക് രണ്ടുപേർക്കും വല്ലാതെ അതിശയം തോന്നി. ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും? അതെ അമ്മേ, വിതയ്ക്കുമ്പോ ഈ കുടത്തിൽ കുറച്ച് വിത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പോ എങ്ങനെ നിറഞ്ഞതെന്ന്. ഈ കുടം നിനക്ക് എവിടുന്ന് കിട്ടി? ഇതൊരു മാന്ത്രിക കുടമാണെന്ന് തോന്നുന്നു. ഇതിലെന്തെങ്കിലും നിക്ഷേപിച്ചാൽ അത് വീണ്ടും നിറഞ്ഞു കവിയുന്നു. അമ്മേ, ഞാൻ നില ഉഴുതുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കലപ്പ എന്തിലോ ഒന്നിൽ തട്ടുന്ന പോലെ എനിക്ക് തോന്നി. ഉടനെ ഞാൻ ജോലി നിർത്തി അതെന്താണെന്ന് നോക്കി. അപ്പോഴാ ഇത് കണ്ടത്. വിത്തിരുന്ന സഞ്ചി ആകെ കീറിപ്പോയതുകൊണ്ട് ഞാൻ ആ വിത്തെടുത്ത് ഈ മൺകുടത്തിലേക്ക് ഇട്ടു. പിന്നെ ഇതിന്നെടുത്താ ഞാൻ വിതച്ചത്. അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇത് ഉറപ്പായി ഒരു മാന്ത്രിക കുടം തന്നെയാ. ഒരുപക്ഷെ നിന്റെ അച്ഛനായിരിക്കും വയലിൽ ഈ കുടം ഒളിപ്പിച്ചു വെച്ചത്. ഇല്ലമ്മേ, ഈ കുടം അച്ഛന്റേതായിരുന്നെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ട് നമ്മളോട് പറയുമായിരുന്നു ഈ കുടത്തിന്റെ കാര്യം. നമ്മളോട് എന്തിനാ ഒളിച്ചു വെക്കുന്നേ? അച്ഛന്റെ കയ്യിൽ ഇങ്ങനെ ഒരു കുടം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇത്രയും കടം വാങ്ങി കൂട്ടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ കുടം ഉപയോഗിച്ച് തന്നെ അച്ഛൻ വലിയൊരു പണക്കാരനായി മാറുമായിരുന്നു. ഇപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ച് പണക്കാരായി മാറാൻ കഴിയും. ഈ കുടം നമ്മളെ പണക്കാരാക്കുമെന്നോ? എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. അമ്മേ, നമ്മൾ ഇനി എന്ത് തന്നെ ഈ കുടത്തിൽ വച്ചാലും ശരി, ആ വയ്ക്കുന്ന സാധനം വർദ്ധിച്ചു വർദ്ധിച്ച് ഈ കുടം നിറഞ്ഞു കവിയുന്നത് കാണാം. ഇത് മാന്ത്രിക കുടം തന്നെയാണ്. നിൽക്കൂ, ഞാൻ അമ്മയ്ക്ക് ഇപ്പൊ തന്നെ കാണിച്ചു തരാം. അമ്മേ, എനിക്ക് കുറച്ച് പൈസ വേഗം തരൂ. സരള കുറച്ച് നാണയങ്ങൾ ബിർജുവിന് നൽകി. ബിർജു അതിനെ മൺകുടത്തിലേക്ക് ഇട്ടു. അവർ എന്ത് സംഭവിക്കുമെന്ന് നോക്കി നിന്നു. പൈസ മൺകുടത്തിലേക്ക് ഇട്ടതും ആ മൺകുടം സംസാരിക്കാൻ തുടങ്ങി. പറയുന്നത് ശ്രദ്ധിക്കൂ. എന്റെ ഉള്ളിലേക്ക് സ്വർണമോ വെള്ളിയോ രത്നക്കല്ലുകളോ നാണയമോ ഇട്ടാൽ എന്റെ മാന്ത്രിക ശക്തി നഷ്ടപ്പെടും. മൺകുടം പറയുന്നത് കേട്ടപ്പോഴാണ് സരളയ്ക്കും ബിർജുവിനും കാര്യം മനസ്സിലായത്. മൺകുടത്തിൽ നാണയങ്ങളോ സ്വർണമോ വെള്ളിയോ ഇടാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ബിർജു അമ്മയോട് കുറച്ച് ധാന്യം ചോദിച്ചു. അമ്മേ, എന്തെങ്കിലും കുറച്ച് ധാന്യം അകത്തു പോയി എടുത്തോണ്ട് വരൂ. നമുക്ക് ഈ മാന്ത്രിക കുടത്തിൽ കുറച്ച് ധാന്യം തന്നെ ഇട്ട് നോക്കാം. സരള കുറച്ച് ധാന്യം കൊണ്ടുവന്ന് ബിർജുവിന് കൊടുത്തു. ആ ധാന്യം എടുത്ത് ബിർജു മൺകുടത്തിലേക്ക് ഇട്ടു. ഉടൻ തന്നെ ധാന്യം മൺകുടത്തിൽ നിറഞ്ഞു. ആഹാ, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഇനി നമുക്ക് ഈ കുടം വെച്ച് ഒരുപാട് വിത്ത് ശേഖരിക്കാം. അത് കൊണ്ടുപോയി ചന്തയിൽ വിറ്റ് വളരെയധികം സമ്പാദിക്കാം. എന്നിട്ട് കടമെല്ലാം അടച്ചു തീർക്കാം.
അതെ അമ്മേ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ കുടം ഉപയോഗിച്ച് നമുക്ക് ധാരാളം വിത്തുകൾ ശേഖരിക്കാം. എന്നിട്ട് ഞാനത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമ്പോ ഒരുപാട് കാശും കിട്ടും. ബിർജു നെല്ല്, പരിപ്പ്, കടല എന്നിവ കുറേശ്ശെ ആ മൺകുടത്തിലേക്കിട്ട് ദിവസവും ചാക്കുകളിൽ വിത്ത് ശേഖരിക്കാൻ തുടങ്ങി. ഒരു ദിവസം മുഴുവൻ അവൻ വിത്ത് ശേഖരിക്കും. അടുത്ത ദിവസം ശേഖരിക്കുന്ന വിത്ത് മുഴുവൻ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ദിവസവും അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ ഈ മാന്ത്രിക കുടം ഉപയോഗിച്ച് അവർ നിറയെ കാശ് സമ്പാദിച്ചു. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് നമ്മുടെ കടങ്ങളെല്ലാം അടച്ചു തീർക്കണം. പിന്നെ നമുക്കൊരു വലിയ നിലം വാങ്ങി അതിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം. അതോടെ നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയും. അതെ അമ്മേ, ഇനി നമുക്ക് പൊരി വെയിലത്ത് ബുദ്ധിമുട്ടി വീർപ്പൊഴുക്കേണ്ട ഒരു കാര്യവും ഉണ്ടാവില്ല. സരള അങ്ങനെ കടം വാങ്ങിയിരുന്നവർക്കെല്ലാം പണം തിരികെ നൽകി. പിന്നെ താമസിക്കാനായി വലിയൊരു വീട് പണിതു. കൃഷിക്ക് വേണ്ടി ധാരാളം പുരയിടവും വാങ്ങി. ആ ഗ്രാമം മുഴുവൻ സരളയും മകനും പണക്കാരായതിന്റെ കഥ പ്രചരിച്ചു തുടങ്ങി. ബിർജു, ഗ്രാമത്തിലുള്ളവരെല്ലാം നമ്മളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവരും നമ്മളെ കുറിച്ചോർത്ത് സന്തോഷിക്കുകയാണെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. മാന്ത്രിക കുടത്തെക്കുറിച്ചുള്ള വിവരം പുറത്തു പോകാൻ പാടില്ല. അതെ അമ്മേ, നമ്മൾ ഈ മാന്ത്രിക കുടം സൂക്ഷിച്ച് ഒളിപ്പിച്ചു വെച്ചേ മതിയാകൂ. അപ്പൊ പിന്നെ നമുക്ക് ഈ കുടം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഞാൻ നാളെ തന്നെ ഈ കുടം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചോളാം. ഗ്രാമത്തിനടുത്തുള്ള കാട്ടിനുള്ളിൽ മംഗൾ സിംഗ് എന്ന് പേരുള്ള ഒരു കൊള്ളക്കാരനുണ്ടായിരുന്നു. സരള പണക്കാരിയായ വിവരം മംഗൾ സിംഗിന്റെ ചെവിയിലുമെത്തി. മംഗൾ സിംഗ് സരളയുടെ വീട് കൊള്ളയടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ആരെങ്കിലും പണക്കാരനാകണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഇന്ന് രാത്രി തന്നെ ഞാൻ സരളയുടെ വീട്ടിൽ കയറി കൊള്ളയടിച്ച് വലിയൊരു പണക്കാരനായി മാറും. രാത്രിയായപ്പോഴേക്കും മംഗൾ സിംഗ് സരളയുടെ വീട്ടിനടുത്തേക്ക് എത്തി. അപ്പോഴാണ് സരളയും ബിർജുവും സംസാരിക്കുന്നത് മംഗൾ സിംഗ് കേട്ടത്. ജനാല വഴി അവനത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അമ്മേ, എനിക്കൊരു നല്ല ഐഡിയ തോന്നുന്നു. നാളെ നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഒരു കുഴി കുഴിച്ച ശേഷം ഈ മാന്ത്രിക കുടം നമുക്ക് അതിനകത്ത് ഒളിപ്പിച്ചു വെക്കാം. എപ്പോഴാണോ നമുക്ക് ആ മാന്ത്രിക കുടം ആവശ്യം വരുന്നത് അപ്പോൾ മാത്രം നമുക്കത് പുറത്തേക്ക് എടുക്കാം. ഇപ്പൊ തന്നെ ഈ മാന്ത്രിക കുടം നമ്മളെ ഒരുപാട് സമ്പന്നരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ എണീറ്റാൽ ഉടൻ തന്നെ കുടം കുഴിച്ചിടണം. എങ്കിലേ ഈ മാന്ത്രിക കുടത്തെക്കുറിച്ചുള്ള വിവരം ആരും അറിയാതിരിക്കൂ. മാന്ത്രിക കുടത്തെക്കുറിച്ച് കേട്ടപ്പോ മംഗൾ സിംഗിന് വല്ലാത്തൊരു ആവേശം തോന്നി. ഈ സമയത്ത് ആരാണോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? അമ്മ, ഈ കുടം ഒളിപ്പിച്ചു വെക്ക. ഞാൻ പോയി വാതിൽ തുറന്ന് ആരാണെന്ന് നോക്കാം. ആരാ അത്? ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? ഞാൻ വിശന്ന് വലഞ്ഞു വരുന്ന ഒരു ഭിക്ഷക്കാരനാണ്. എന്തെങ്കിലും തന്നെ സഹായിക്കൂ. കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം തരൂ മുതലാളി. മംഗൾ സിംഗിന്റെ വാക്ക് കേട്ട് ബിർജു അത് വിശ്വസിച്ചു. അവനുടൻ തന്നെ വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ തോക്കുമായി നിൽക്കുന്ന മംഗൾ സിംഗിനെ കണ്ട് ബിർജു വല്ലാതെ അങ്ങ് പേടിച്ചുപോയി. എന്താ അകത്തേക്ക് വിളിക്കുന്നില്ലേ? അല്ല, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ഇവിടെ നിന്നും എന്താ വേണ്ടത്? ഞാനാണ് കൊള്ളക്കാരൻ മംഗൾ സിംഗ്. രാത്രി വരുന്ന കൊള്ളക്കാർക്ക് എന്താണ് വേണ്ടെന്നുള്ളത് നിനക്ക് അറിയില്ലേ? നോക്കൂ കൊള്ളക്കാരാ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്തോളൂ. ഞങ്ങള് വെറുതെ വിടൂ. അപ്പോ നിനക്ക് കാര്യം മനസ്സിലായി അല്ലേ? ശരിക്കുള്ള കാര്യമാ നീ പറഞ്ഞത്. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. എന്നെ കണ്ട് ഭയപ്പെടുന്നത് കാണുമ്പോ എനിക്ക് സന്തോഷം തന്നെയാണ് തോന്നുന്നത്. ഞങ്ങളുടെ പക്കലുള്ള ധനം മുഴുവനും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തന്നോളാം. നീ എന്താ ഞാനൊരു മണ്ടനാണെന്ന് കരുതിയോ? എനിക്ക് നിന്റെ പണമൊന്നും വേണ്ട. ഇഷ്ടം പോലെ പണം വാരി കോരി തരുന്ന നിന്റെ ആ മാന്ത്രിക കുടമുണ്ടല്ലോ, അതാണ് എനിക്ക് വേണ്ടത്. ആ മാന്ത്രിക കുടത്തിനെ കുറിച്ച് മംഗൾ സിംഗ് പറയുന്നത് കേട്ട് സരളയും ബിർജുവും ഞെട്ടി. മാന്ത്രിക കുടത്തെ കുറിച്ച് മംഗൾ സിംഗ് അറിഞ്ഞുവെന്ന വിവരം മനസ്സിലാക്കാൻ അവർക്കധികം സമയം വേണ്ടി വന്നില്ല. ഇവിടെ നോക്കൂ, ഞങ്ങളുടെ കയ്യിൽ മാന്ത്രിക കുടം പോലുള്ള ഒന്നുമില്ല. അഭിനയമൊന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരെയും കൊള്ളക്കാരൻ മംഗൾ സിംഗിനെ അങ്ങനെ അങ്ങ് പറ്റിക്കാമെന്ന് കരുതിയോ? ഞങ്ങൾ സത്യമാണ് പറയുന്നത് കൊള്ളക്കാരാ. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെയുള്ള ഒരു മാന്ത്രിക കുടവും ഇല്ല. പിന്നെ ഈ കാണുന്ന ഈ മൺകുടം എന്താണ്? അഥവാ ഇത് മാന്ത്രിക കുടം അല്ലെങ്കിൽ ഇതിനെ എടുത്ത് തറയിലടിച്ചൊന്ന് പൊട്ടിച്ച് കാണിക്ക്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിനെ ഇപ്പൊ തന്നെ ഞാൻ കൊന്നുകളയും. അയ്യോ വേണ്ട. പൊട്ടിക്ക്. ഞാനാ പറയുന്നത് പൊട്ടിക്കാൻ. ഇത് നോക്കൂ, ഇത് മാന്ത്രിക കുടമെന്നുള്ളത് സത്യം തന്നെയാണ്. നിങ്ങൾ എടുത്തോളൂ. എന്നാൽ അത് എടുത്തതിന് ശേഷം ഞങ്ങള് വെറുതെ വിടണം. അതോടെ ഈ സ്ഥലം വിട്ടു പോവുകയും വേണം. ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്നെ പറ്റിക്കാമെന്ന് കരുതിയാൽ രണ്ടുപേരെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. സരള ഉടനെ ആ മൺകുടം എടുത്ത് മംഗൾ സിംഗിന് കൊടുക്കുന്നു. ശരി, ഇനി മാന്ത്രിക കുടം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൂടെ പറയൂ. ദാ
ഈ വെടിയുണ്ടകൾ ഈ കുടത്തിനകത്തൊന്ന് ഇട്ട് കാണിച്ചു തരൂ. ബിർജു കൊള്ളക്കാരൻ നൽകിയ വെടിയുണ്ട മൺകുടത്തിനകത്തേക്ക് ഇടുന്നു. മൺകുടം വെടിയുണ്ടകൾ കൊണ്ട് നിറഞ്ഞു. ഇത് കണ്ട മംഗൾ സിംഗ് വളരെയധികം സന്തോഷിച്ചു. ഇനി ഞാൻ ഇവിടത്തെ ഏറ്റവും വലിയ പണക്കാരനായി മാറുന്നതാണ്. ഞാൻ പണക്കാരനാവുന്നതിൽ നിന്നും ആർക്കും എന്നെ തടയാൻ കഴിയില്ല. തിരികെ പോകുന്ന വഴിക്ക് ഒരു തേനീച്ച പറന്നു വന്ന് മംഗൾ സിംഗിന് ചുറ്റും അവനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. മംഗൾ സിംഗ് അതിനെ കൈകൊണ്ട് അടിക്കാൻ നോക്കിയപ്പോൾ അവന്റെ കൈതട്ടി ആ തേനീച്ച മൺകുടത്തിനകത്തേക്ക് വീണു. അതിനെ എടുക്കാനായി അവൻ കൈ അകത്തേക്ക് ഇട്ടപ്പോൾ തന്നെ ആ മൺകുടം നിറയെ തേനീച്ചകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ആ തേനീച്ചകളെല്ലാം കൂടി മംഗൾ സിംഗിന്റെ ശരീരത്തിലാകെ കടിക്കാൻ തുടങ്ങി. അമ്മേ, നമ്മുടെ കയ്യിലുള്ള ഈ മാന്ത്രിക കുടത്തെ പറ്റി കൊള്ളക്കാരനായ മംഗൾ സിംഗിന് അല്ലാതെ മറ്റാർക്കും അറിയില്ല. ഞാനൊന്ന് പറയട്ടെ, ഇപ്പൊ തന്നെ കാട്ടിലേക്ക് പോയി ആ മാന്ത്രിക കുടം തിരികെ എടുത്തോണ്ട് വരാം. വേണ്ട മോനെ, അത്യാഗ്രഹം വലിയ ആപത്താണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സമ്പത്തുണ്ട്. ഇത് വെച്ച് നമ്മുടെ തലമുറകളോളം സുഖമായി ജീവിക്കാം. അതുകൊണ്ട് വിഷമം വേണ്ട. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് സന്തോഷമായി ജീവിക്കാം. വീണ്ടും വീണ്ടും അത്യാഗ്രഹം കാണിച്ചാൽ നമുക്കുള്ളതും കൂടി നഷ്ടപ്പെടും. ബിർജുവിന് അമ്മ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി. രണ്ടുപേരും പിന്നെയുള്ള കാലം വളരെ സന്തോഷത്തോടെ ജീവിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.